ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നല്ലൊരു പകൽക്കാലമാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. നോക്കിക്കേ, രാവിലെ ഗേറ്റിങ്ക നോക്കിയപ്പോ ഡാനി കൂട്ടുകാരുമായിട്ടൊക്കെ എന്തോ വലിയ ആലോചനയില്ല. അപ്പൊ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വർക്ക് ചെയ്യാനുണ്ട്. ഒന്ന് അന്നത്തെ ഏത്തക്കൊല ഇരിക്കുന്നു, അത് പഴുക്കുന്നതിന് മുമ്പ് കുറച്ച് കായ എടുത്ത് ചിപ്സ് ഉണ്ടാക്കണം. പിന്നെ അതിന്റെ തോട് കൊണ്ടൊരു എന്താ പറയുന്ന ഒരു തോരൻ, ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അതാ ഇന്നത്തെ എന്റെ പണി. അപ്പോ കായൊക്കെ പൊളിച്ചു വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക. കായയുടെ തോട് നന്നായിട്ട് കഴുകി ഇനി അതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അന്ന് ആ മുട്ട നമ്മൾ വെച്ചിരുന്നല്ലോ, പക്ഷികളൊന്നും വന്നില്ല. അത് അങ്ങനെ ഇരുന്ന് അഴുക്കായിപ്പോയി. അപ്പോൾ കായയുടെ തോടരിഞ്ഞത് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ചട്ടി ഇൻഡക്ഷനിൽ വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കി അതിനുശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക്, നമ്മൾ സാധാരണ ഇടുന്ന പോലെ കടുക് ഇടുക, അല്പം എന്താ പറയുക കറിവേപ്പില ഇടുക, ശകലം ഉള്ളി കുത്തിയരിഞ്ഞ് ഇടുക. അത്രയും അതിൻ്റെ കടുക് വറക്കുന്നതിനകത്ത് ഞാനിടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലർ എന്താ പറയുന്ന ഉഴുന്നൊക്കെ ഇട്ട് പൊട്ടിക്കും. നല്ലത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അതിനകത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കഴുകിയെടുത്ത സാധനം അതിനകത്ത് വെള്ളമയം ഉണ്ട്. പിന്നെ ഉപ്പും കൂടി ഇടുമ്പം അതൊരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ മയം എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം അതിനകത്ത് ഒഴിക്കേണ്ട. ഇതിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച്, ആ കടുക് വറുത്തത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ശകലനേരം അങ്ങനെ വെക്കുക. അപ്പോൾ ഇനി തേങ്ങ അരച്ചെടുക്കണം. ഞാൻ തേങ്ങ ചിരകത്തില്ല, അതിന് പകരം ഇങ്ങനെ കടത്തി കട്ട് ചെയ്തിട്ട് അരയ്ക്കത്തേ ഉള്ളൂ. ഇതിനകത്ത് വെളുത്തുള്ളി രണ്ടല്ലി, ജീരകം ഒരു ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അത്രയും സാധനം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ അരച്ചുകൊണ്ട് വന്നു. ഇനി അത് വെന്തു വേവായി. ഇനി നമുക്കതങ്ങ് ഇടാം. ഇത് അതിലോട്ടങ്ങിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അങ്ങ് അടച്ചു വെച്ചാൽ മതി ഇച്ചിരി നേരം. അതിപ്പോൾ വെന്ത് കഴിഞ്ഞു. എങ്കിൽ നമ്മൾ അരപ്പം അങ്ങോട്ട് ഇട്ടില്ല, അരപ്പൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ടൊന്ന് അല്പനേരം ഒന്ന് അടച്ചു വെക്കും. ഒരു 2 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്കും അത് ശരിയായി കിട്ടും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അത് അതിൻ്റെ ആ കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ട്. തോരൻ്റെ നല്ല എന്താ പറയുക, ഒന്നേ തൊടാതെ ഇങ്ങനെ ആ തേങ്ങയും കായയുടെ ആ കാത്തൊലിയൊക്കെ ആയിട്ട് അത് മിക്സായിട്ട് നല്ല പരുവായിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ ഒന്ന് ഇളക്കി എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കെടുക്കാം. ഇപ്പൊ വാങ്ങുന്ന സമയത്ത് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും.
ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അത് വാങ്ങി സെർവിങ് ബോളിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. നല്ലൊരു സബ്ജിയാണ്, നല്ലൊരു സാധനമാണ് ഇത് കഴിക്കാൻ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അറിവുണ്ടാകത്തില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ടാണ്. കുട്ടികളൊക്കെ ഇക്കാലത്ത് ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിച്ച. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. എനിക്കതൊരു പ്രോത്സാഹനമാണ്. എന്തുണ്ടെങ്കിലും നല്ലതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എഴുതണം. അതായത് കറക്ഷൻ എപ്പോഴും നല്ലതാണല്ലോ. നമ്മൾ പോരായ്മകളൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തത് കാ വറക്കാം. കായെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അത് വെള്ളമൊക്കെ തുടച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കണം. ഞാൻ സഫോള എണ്ണയാണ് ഒഴിക്കുന്നത്. അതായത് ഞങ്ങൾക്കിവിടെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും കിട്ടാനുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ ഇത് ഇടുക. ഒക്കുന്ന അത്രയും അതിനകത്ത് ഞാൻ ഇടും. കാരണം ആദ്യത്തെ ട്രിപ്പിൽ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എണ്ണ കുറവല്ലേ, കുറേശ്ശെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നന്നായിട്ടൊരു ട്രിപ്പ് വറുത്തെടുക്കും. ഈ കായൊക്കെ വറക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി നോസ്റ്റാൾജിയ ഫീൽ ചെയ്യും. കാരണം കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ നിന്നാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അമ്മമ്മ ഈ ഓണത്തിനൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക. വളരെ ഒരു ഉത്സവം പോലെ ആ സമയത്ത് ഉപ്പേരി വറപ്പൊക്കെ. അപ്പോൾ അമ്മമ്മ ഇതെല്ലാം ഉണ്ടാക്കി നല്ല ഭരണികളിലാക്കി അടച്ചു വെക്കും. അമ്മമ്മയ്ക്ക് 10 മക്കളാണ്. 10 മക്കളും വന്ന് കഴിക്കുന്നവരെ അമ്മമ്മ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും. ആ കാലത്തെ ഓർമ്മകളൊക്കെ ഇപ്പം അതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ കാണല്ലേ. വളരെ ഷെയർ ചെയ്യുക അതൊക്കെ കേട്ടോ. അപ്പോൾ ഏതാണ്ട് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ കായ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഇളക്കരുത്, അല്പം കഴിഞ്ഞിട്ടേ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവല്ല. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് ഇളക്കി തിരിച്ച് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒരുവിധം മൂത്ത് കഴിയുമ്പം അതിനകത്ത് ഉപ്പ് ചേർക്കുക. ഞാൻ ഉപ്പ് കലക്കി അതിൻ്റെ നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ നേരം ആ ഉപ്പിൻ്റെ രസം അത് നന്നായിട്ട് പിടിച്ചിരിക്കും. പൊടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത്. എനിക്കിതാണ് ഇഷ്ടം. അത് ഇട്ടതിന് ശേഷം ഒരു ശകല നേരവും കൂടെ കിടക്കണം, എന്നാലേ അത് മൂക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാവറ്റിൽ ഏതാണ്ട് മൂപ്പായി നമുക്കത് കോരിയെടുക്കാം. കണ്ട നല്ല മഞ്ഞ കളർ. ഞാനിതിന് കളറൊന്നും ചേർത്തതല്ല, മഞ്ഞൾ പോലും ഇട്ടതല്ല. അതിൻ്റെ സ്വയമായിട്ടുള്ള കളറാണ് അത്. നാടൻ കാ വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ. നമ്മുടെ കാ ഉപ്പേരിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കാ ചിപ്സ്, ബനാന ചിപ്സ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നും കാണില്ല. ഇതൊക്കെ പഠിച്ച് ട്രൈ ചെയ്യുക. വെളിയിലെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ രുചിയൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.